ഹായ് ഫ്രണ്ട്സ്, +1 ബയോളജിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം മൊണീറയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലാർ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഏണസ്റ്റ് ഹെക്കൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. They are unicellular eukaryotic, mostly aquatic. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ സിംഗിൾ സെല്ല് ഉപയോഗിച്ചിട്ടാണ് അവരെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി യൂക്കാരിയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂ ന്യൂക്ലിയസ് ഒക്കെ ഉള്ള, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഉള്ള ടൈപ്പ് സെൽസിനെ നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയാം, അല്ലേ? അത്തരം ഓർഗാനിസംസ് നമുക്ക് വേണമെങ്കിൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് എന്നും പറയാം. അപ്പോൾ മൊണീറന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അവർ പ്രോകാരിയോട്ടിക് ആണ് എന്നായിരുന്നു, അല്ലേ? പ്രോകാരിയോട്ടിക് ആണ്, അവർ യൂണിസെല്ലുലാർ ആണ്, പക്ഷെ പ്രോകാരിയോട്ടിക് ആണ്, അല്ലേ? ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റ് അല്ലാത്ത അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ കിങ്ഡംസും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള കിങ്ഡം, യൂക്കാരിയോട്ടിക് സെല്ല് കണ്ടെയ്ൻ ചെയ്യുന്ന യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരേ ഒരു കിങ്ഡം എന്ന് പറയുന്നത് അത് പ്രോട്ടിസ്റ്റയാണ്. ഓക്കെ, മോസ്റ്റ്ലി അക്വാട്ടിക് ആണ്, അല്ലേ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വാട്ടറിലാണ്. ദ കിങ്ഡം ഇൻക്ലൂഡ്സ് ഓൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ്. എല്ലാ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സും ഇതിലാണ് വരുന്നത്. മൾട്ടി സെൽഡ് ആണെങ്കിലോ അത് ഫംഗസിലാവാം, അല്ലെങ്കിൽ അനിമേലിയയിലാവാം, പ്ലാന്റയിലാവാം, അല്ലേ? പക്ഷെ യൂണിസെൽഡ് യൂക്കാരിയോട്ട് ആണെങ്കിൽ അത് പ്രോട്ടിസ്റ്റയിലാണ് വരിക. പ്രോട്ടിസ്റ്റ് സെൽ ബോഡി കണ്ടെയ്ൻസ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൈസ്. യൂക്കാരിയോട്ടിക് സെല്ലായതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയർ മെറ്റീരിയലും അതുപോലെ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഉള്ള, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഉള്ള വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൈസ് ഉണ്ടാവും, അല്ലേ? പ്രോകാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൈസ് ഉണ്ടാവില്ല. ഇവിടെ യൂക്കാരിയോട്ടിക് ആയതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൈസ് നമുക്ക് കാണാൻ പറ്റും. ജനറൽ ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ പറയുന്നത്. സിലിയ ആൻഡ് ഫ്ലജെല്ല മേ ബി പ്രസന്റ്. സിലിയയും ഫ്ലജെല്ലയും ഒക്കെ ഉണ്ടാവും, അല്ലേ? കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണെങ്കിൽ സിലിയ ഉണ്ടാകാം, അതുപോലെ ഫ്ലജെല്ല ഉണ്ടാകാം. സിലിയ ആൻഡ് ഫ്ലജെല്ല വിത്ത് 9+2 മൈക്രോ ട്യൂബ്യൂൾ ഫൈബ്രിൽ. അതായത് സിലിയന്റെ അല്ലെങ്കിൽ ഫ്ലജെല്ലന്റെ ഒക്കെ അറേഞ്ച്മെന്റ് നമ്മൾ പറയുമ്പം അത് യൂക്കാരിയോട്ടിക്കിന്റെ കേസിൽ ഒരു തരത്തിലാണ്, അതുപോലെ പ്രോകാരിയോട്ടിക്കിന്റെ കേസിലാണെങ്കിൽ അത് മറ്റൊരു തരത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ 9+2 അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. Protists reproduce asexually and sexually by a process involving cell fusion and zygote formation. Okay, protistയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താണ്? മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, ചെറിയ ഓർഗാനിസംസ് ആണ്, അല്ലേ? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഓർഗാനിസംസ് ആണ്. മെനി ഒക്കർ ഇൻ വാട്ടർ ബോഡീസ് ആസ് പ്ലാങ്ക്ടൺസ്. പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വാട്ടർ ബോഡിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇവർ കാണപ്പെടുക. ഫ്ലോട്ടിംഗ് ബോഡീസ്, അല്ലേ? വാട്ടർ കറൻസി ഫ്ലോട്ട് ചെയ്യുമ്പം അതിനൊപ്പം പാസീവായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇവർ കാണപ്പെടുക. അത്തരം പ്ലാന്റ്സിനെയാണ് അല്ലെങ്കിൽ അത്തരം ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താണ്? യൂണിസെല്ലുലാർ ആയതുകൊണ്ട് തന്നെ ചെറിയ ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ പ്ലാങ്ക്ടൺസ് ആയിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത്. വാട്ടർ ബോഡിന്റെ മുകളിൽ വാട്ടറിന്റെ കൂടെ എന്താണ്? ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. സം ആർ പാരസിറ്റിക് ഓൺ അനിമൽസ്. നമ്മൾ ഈ ഇതിൽ തന്നെ ഇപ്പോൾ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന കുറച്ച് അനിമൽസിനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാരാസിറ്റിക് ഓർഗാനിസംസിനെയും കാണാൻ പറ്റും. സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. എന്താണ്? അഡീഷണൽ കവറിംഗ് ഓഫ് പെല്ലിക്കിൾ, ക്യൂട്ടിക്കിൾ, ഷെൽ ഓർ സെല്ലുലോസ് വാൾ മേ ബി പ്രസന്റ്. ഏറ്റവും പുറമെ ക്യൂട്ടിക്കിൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പെല്ലിക്കിൾ എന്ന് പറയുന്ന കവറിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഷെല്ല് ഉണ്ടാവാം, അല്ലേ? ഇപ്പോൾ ഡയാറ്റംസ്, ഡെസ്മിഡ്സ് എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ കേസിലാണെങ്കിൽ ഷെല്ല് ഉണ്ടാവാം, അല്ലെങ്കിൽ സെല്ലുലോസ് വാൾ ഉണ്ടാവാം. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പുറമെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറമെ പ്രസന്റ് ആയിരിക്കും, ഒരു അഡീഷണൽ കവറിങ് പ്രസന്റ് ആയിരിക്കും. ഇനി ഇവരെ നമുക്ക്, അതായത് പ്രോട്ടിസ്റ്റിനെ നമുക്ക് ക്രൈസോഫൈറ്റ, ഡയനോഫ്ലജെല്ലേറ്റ, അതുപോലെ തന്നെ യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ്, അതുപോലെ തന്നെ പ്രോട്ടോസോവൻസ്, ഇങ്ങനെ 5 ടൈപ്പായിട്ട് ഇവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, അതുപോലെ ഡയനോഫ്ലജെല്ലേറ്റ്സ്,
അതുപോലെ തന്നെ യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗഡ്സ്, അതുപോലെ തന്നെ ആരാണ് പ്രോട്ടോസോവൻസ് അല്ലേ, പ്രോട്ടോസോവൻസ്. ഇങ്ങനെ 5 ഗ്രൂപ്പായിട്ട് നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ എന്ന് പറയുന്നത്. ക്രൈസോഫൈറ്റ്സ് ഇൻക്ലൂഡ് ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡയാറ്റംസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഡെസ്മിഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഈ ക്രൈസോഫൈറ്റ്സിലുള്ളത്. ഒക്കർ ഇൻ ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഹാബിറ്ററ്റ്സ്. ഫ്രീ ഫ്ലോട്ടിംഗ് ആണ് അല്ലെങ്കിൽ ബെന്റിക് ആണ്. മറൈൻ വാട്ടറിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. ഒന്നുകിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സമുദ്രത്തിന്റെ താഴെ ആയിരിക്കും ഇവരെ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഗ്ലൈഡിംഗ് മൂവ്മെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് മ്യൂസിലാജ്. അതായത് പുറമെ ഇങ്ങനെ മ്യൂസിലാജിന്റെ കവറിങ് ഉണ്ടാവും. ഇതിപ്പോൾ സെല്ലാണെങ്കിൽ പുറമെ മ്യൂസിലാജിന്റെ കവറിങ് ഉണ്ടാവും. ഈ മ്യൂസിലാജ് കാരണമായിട്ട് ഗ്ലൈഡിംഗ് മൂവ്മെന്റ് ഇവർ കാണിക്കും. പെർഫോം ഫോട്ടോസിന്തസിസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഓഫ് വാട്ടർ ബോഡീസ്. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, കരയിലുള്ള വൃക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് അല്ലേ. പക്ഷെ അങ്ങനല്ല, ഓഷ്യനിൽ ഒരുപാട് ആൽഗേസും അതുപോലെ മറ്റു ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. ഓഷ്യനിലുള്ള പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഓഷ്യനിലുള്ള ഓർഗാനിസംസ് ആണ്. ഇവരാണ് വാട്ടർ ബോഡിയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. ഫൈറ്റോപ്ലാങ്ക്ടൺസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ മേജർ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഓഫ് വാട്ടർ ബോഡീസ്. സസ്യങ്ങളുടെ രൂപത്തിൽ കടലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഓഷ്യൻസിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് ആരാണ്, ക്രൈസോഫൈറ്റ്സ് ആണ്. ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് അല്ലേ. നെക്ടോൺ എന്നാണ് ആക്റ്റീവ് ഫ്ലോക്ക് പറയാ, പാസീവ് ഫ്ലോ ചെയ്യുന്നവരെ നമ്മൾ പ്ലാങ്ക്ടൺ എന്നാണ് പറയാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. കൂടുതൽ ആളുകൾ എന്താണ് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും ഫിക്സ് ചെയ്യാൻ കഴിവുള്ളവരാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ക്രൈസോഫൈറ്റ്സ്. ഇനി അതിലെ ഒരു വിഭാഗമാണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. ദ സെൽ വാൾ കൺസിസ്റ്റ് ഓഫ് 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ലൈക്ക് എ സോപ്പ് കേസ്. അതായത് ഇവരെ കേസിൽ, ഡയാറ്റംസിന്റെ കേസിൽ നമ്മൾ അവരുടെ സ്ട്രക്ചർ, സെൽ വാളിന്റെ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ ഇതൊരു ഒരു വാളാണ്, ഒരു വാൾ ലെയർ ആണ്, ഇതൊരു മറ്റൊരു വാൾ ലെയർ ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണുള്ളത് അല്ലേ. ഇപ്പോൾ സോപ്പ് ബോക്സ് ഒക്കെ നമ്മൾ ഒരു സോപ്പിന്റെ പെട്ടി എടുക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു ചെറിയ ബോക്സും അതിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ബോക്സും ആണ് ഉണ്ടാവുക അല്ലേ. ആ രൂപത്തിലാണ് ഇവരെ സെൽവാൾ ഉണ്ടാവുക. സെൽവാൾ മെയ്ഡ് ഓഫ് സിലീഷ്യസ് ഫ്രസ്റ്റ്യൂൾസ്. സിലിക്ക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സെൽവാളിൽ സിലിക്ക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സിലീഷ്യസ് ഫ്രസ്റ്റ്യൂൾ ഉണ്ടാവും ഇവിടെ സെൽവാള്. ഈ സിലിക്ക ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കാലം കഴിഞ്ഞാലും, അതായത് ഇവര് ഡെഡ് ബോഡീസ് ആവുമ്പം ഇവരെന്താ ചെയ്യാം, ഓഷ്യന്റെ അടിയിൽ അടിഞ്ഞുകൂടാണ് ചെയ്യുക. അപ്പൊ അവിടെ എന്നിട്ട് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന വലിയ ഒരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ സിലിക്ക ഡെപ്പോസിറ്റുള്ള. അത് നമ്മൾ ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ് പറയുക. എന്താ പറയാ, ഡയാറ്റമേഷ്യസ് എർത്ത്. ഓക്കെ, അപ്പൊ അവരുടെ സെൽവാൾ എന്താണ്, സിലിക്ക ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലേ. ദ ഡു നോട്ട് ഡീകേ ഈസിലി. പെട്ടെന്നൊന്നും അവർ നശിക്കൂല. റീപ്രൊഡക്ഷൻ ത്രൂ അസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ്സ്. 2 മെത്തേഡ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. സൈഗോട്ട് ഫോംസ് റിജുവനസെന്റ് സെൽ കാൾഡ് ഓക്സോസ്പോർ. സൈഗോട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് സൈഗോട്ട് ഉണ്ടായതിനു ശേഷം സൈഗോട്ട് ഓക്സോസ്പോർ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യാണ് ചെയ്യുക. ഓക്സോസ്പോറിന് എന്താണ്, നമ്മൾ മറ്റു സ്പോറുകൾ പറഞ്ഞതുപോലെ തന്നെ, ബാക്ടീരിയന്റെ ഒക്കെ സ്പോർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് അൺഫേവറബിൾ കണ്ടീഷനെ എന്താണ് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഡയാറ്റംസ് അല്ലേ. പിന്നെന്താണ്, പൈലപ്പ് അറ്റ് ദ ബോട്ടം ഓഫ് ദി വാട്ടർ ബോഡീസ് ആൻഡ് ഫോം ഡയാറ്റമേഷ്യസ് എർത്ത് ഓർ ഡയാറ്റമേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ അടിയിൽ, ഓഷ്യന്റെ അടിയിൽ അടിഞ്ഞുകൂടിയിട്ട് അവിടെ എന്താണ് ഡയാറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ബീങ് ഗ്രിറ്റി, ദിസ് സോയിൽ ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഈ ഡയാറ്റമേഷ്യസ് എർത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മൾ ഗ്രിറ്റി ഇൻ നേച്ചർ ആയതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്യാനൊക്കെ പറ്റും. പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓയിൽസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിറപ്പിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ. ഇവരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇവർ ഓഷ്യന്റെ മുകളിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട്, വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഓക്സിജൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഇവരാണ്. അപ്പൊ അതുകൊണ്ട് ഡയാറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇനി അടുത്തത് ഡെസ്മിഡ്സ് ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഡെസ്മിഡ്സ്. ദേ ആർ യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗെ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഗ്രീൻ ആൽഗയാണ് സംവാട്ട് സിമിലർ ടു സ്പൈറോഗൈറ ഇൻ ടേംസ് ഓഫ് ലാർജ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ കോൺജുഗേഷൻ. അതായത് ഇവരിൽ എന്താണ് ലാർജ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. നമ്മൾ സ്പൈറോഗൈറിൻ്റെ ഡയഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും സ്പൈറോഗൈറിലും എന്താണ് ലാർജ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ ഡെസ്മിഡ്സിൻ്റെ കേസ് പറയുമ്പം അവർ സ്പൈറോഗൈറക്ക് സിമിലർ ആണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ കോൺജുഗേഷൻ. അവിടെ കോൺജുഗേഷൻ്റെ പല ടൈപ്പും പറയുന്നുണ്ട് സ്പൈറോഗൈറയിൽ. അപ്പോൾ അതുപോലെ തന്നെ അതായത് പ്ലാന്റ് കിങ്ഡത്തിൽ നമുക്ക് സ്പൈറോഗൈറിനെ കുറിച്ച് നന്നായി പഠിക്കാനുണ്ട്, അവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സ്പൈറോഗൈറിൻ്റെ കേസിലുള്ളതുപോലെ തന്നെയാണ് ഇവിടെയുള്ളത് ഡെസ്മിഡ്സിൻ്റെ കേസിലുമുള്ളത്. ഒക്കർ ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് റിഗാർഡ് ആസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് അൺപൊല്യൂട്ടഡ് വാട്ടർ. അതായത് ഇവരെവിടെയാണ് കാണപ്പെടുക? പ്രധാനമായിട്ടും ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുക. അതായത് അൺപൊല്യൂട്ടഡ് ആണെങ്കിൽ, വാട്ടർ പൊല്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡെസ്മിഡ്സിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഡെസ്മിഡ് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പൊല്യൂട്ടഡ് അല്ല, നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരൊരു ഇൻഡിക്കേറ്റർ ഓഫ് അൺപൊല്യൂട്ടഡ് വാട്ടർ ആണ് അല്ലേ. അവർ ഡെസ്മിഡ്സ് ഉണ്ടോ ആ വാട്ടർ എന്തായിരിക്കും? ഏകദേശം പ്യുവർ ആയിരിക്കും അല്ലെങ്കിൽ അൺപൊല്യൂട്ടഡ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ ഇൻഡിക്കേറ്റർ ഓഫ് അൺപൊല്യൂട്ടഡ് വാട്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അപ്പോൾ ഇത്രയുമാണ് ക്രൈസോഫൈറ്റ്സ് അല്ലേ. അപ്പോൾ ക്രൈസോഫൈറ്റ്സിൽ ഡയാറ്റംസ് ഉണ്ട്, അതുപോലെ ഡെസ്മിഡ്സും ഉണ്ട്. ഡയാറ്റംസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സിലിക്ക ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗങ്ങളും നമ്മൾ കണ്ടു അല്ലേ. ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡെസ്മിഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ക്രൈസോഫൈറ്റ്സിലുള്ളത്. അടുത്ത ഗ്രൂപ്പ് അതായത് പ്രോട്ടിസ്റ്റയിലെ അടുത്ത ഗ്രൂപ്പ് ഡയനോ ഫ്ലജലേസ് ആണ്. ഇവർ യൂണിസെല്ലുലാർ ആണ്, ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവർ അല്ലേ. അതുപോലെ സെല്ലുലോസിക് സെൽവാളാണുള്ളത്. ഡിവൈഡഡ് ഇൻറ്റു 2 പ്ലേറ്റ്സ്. 2 പ്ലേറ്റ്സ് ആയിട്ടാണ് ഇവരുടെ സെൽവാള് 2 പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഹാവ് 2 ഫ്ലജല്ല, 2 ഫ്ലജല്ല ഉണ്ട്. അതായത് ഇതാണിപ്പം ഒരു ഡയനോ ഫ്ലജല്ലേറ്റ് എങ്കിൽ ഈ രൂപത്തിലൊരു ഫ്ലജല്ലയും ഈ രൂപത്തിലൊരു ഫ്ലജല്ലയും ഉണ്ടാവും. അതായത് ലോഞ്ചിറ്റ്യൂഡിനലി ഒരു ഫ്ലജല്ലയും അതുപോലെ ട്രാൻസ്വേഴ്സ്ലി ഒരു ഫ്ലജല്ലയും ഉണ്ടാവും. വൺ ലൈസ് ഇൻ ദി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ വിച്ച് ഹാങ്സ് ഔട്ട്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല അല്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല. പിന്നെന്താണ്? ദ അതർ ലൈസ് ട്രാൻസ്വേഴ്സ്ലി ഇൻ ദ ഫറോ ബിറ്റ്വീൻ ദ സെൽവാൾ പ്ലേസ്. സെൽവാൾ പ്ലേസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജല്ലയും എവിടെ ഉണ്ടാവും? ഡയനോ ഫ്ലജല്ലേറ്റിൻ്റെ കേസിലുണ്ടാവും. ഇനി ദേ ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. കടലിലാണ് കാണപ്പെടുന്നത് അല്ലേ. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് അൺനോൺ. സെക്ഷൽ റീപ്രൊഡക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഗോണിയോലാക്സ് കോസസ് റെഡ് ടൈഡ് ഇൻ ദ ഓഷ്യൻ. ഇറ്റ് സെക്രീറ്റ്സ് എ ടോക്സിൻ കാൾഡ് സാക്സിറ്റോസിൻ ദാറ്റ് കോസസ് ഫിഷ് മോർട്ടാലിറ്റി. അതായത് റെഡ് കളറിൽ കാണപ്പെടുന്നുണ്ട് ഇവിടെ അല്ലേ. റെഡ് സീ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. റെഡ് കളർ അല്ലേ. ഓഷ്യനിൽ റെഡ് ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ആര്? ഗോണിയോലാക്സ്. അതായത് ഇവർ ഒരുപാട് ഹ്യൂജ് എമൗണ്ടിൽ ഗോണിയോലാക്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് റെഡായിട്ട് ആ ഭാഗം മൊത്തം നമുക്ക് റെഡായിട്ട് കാണാൻ പറ്റും. അവിടെ എന്താണ്? അവിടെ ഇവർ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ മറ്റു ജീവികളൊക്കെ വളരാൻ അവിടെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? ഇവരുടെ ഈ സാക്സി ടോക്സിൻ എന്ന് പറയുന്ന ഈ ടോക്സിക് മെറ്റീരിയൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓഷ്യനിലുള്ള മറ്റു ആനിമൽസിന് അവിടെ വളരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ ഫിഷിനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. കാരണം ഈ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഫിഷ് മോർട്ടാലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. മറ്റു ജീവികളെയും അത് നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ കൂടുതലുള്ള ഇത്തരം റെഡ് ഏരിയാസിൽ നമുക്ക് ആരെ കാണാൻ പറ്റില്ല? മറ്റു ഓർഗാനിസംസിനെ കാണാൻ പറ്റില്ല. ടോക്സിൻസ് റിലീസ്ഡ് ബൈ സച്ച് ലാർജ് നമ്പേഴ്സ് മേ ഈവൻ കിൽ അതർ മറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസ്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ഫിഷസിനെയൊക്കെ കൊല്ലാൻ തന്നെ കാരണമാകുന്നുണ്ട് അല്ലേ. സം ഷോ ബയോലൂമിനസെൻസ്. ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം അടിയിലാണെങ്കിൽ ഓഷ്യൻ്റെ അടിയിലേക്ക് പോകുന്തോറും എന്താണ്? അവിടെ ഇരുട്ടാണ് അല്ലേ. അപ്പോൾ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ ബോഡി തന്നെ സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ നമ്മൾ ബയോലൂമിനസെൻ്റ് ഓർഗാനിസംസ് എന്ന് പറയും. ആ പ്രോപ്പർട്ടിനെ, അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ലിവിങ് ഓർഗാനിസംസിന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ
ബയോ ലുമിനസെൻസ് എന്ന് പറയാം. അപ്പോൾ ചില ഓർഗാനിസംസ്, ഈ ഡൈനോഫ്ലജലേറ്റ്സിൽ പെട്ട ചില ഓർഗാനിസംസിൽ ബയോ ലുമിനസെൻസ് കാണിക്കാനുള്ള കഴിവുണ്ട്. ഡ്യൂ ടു എൻസൈം ലൂസിഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ് അതിന് കാരണമാകുന്നത്. എക്സാമ്പിൾ ആരാണ്? നോക്റ്റിലൂക്ക അല്ലേ? നോക്റ്റിലൂക്ക എന്ന് പറയുന്ന ഇതാണ് നോക്റ്റിലൂക്ക അല്ലേ? എന്താണ്? ബയോ ലുമിനസെന്റ് ഓർഗാനിസംസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, they appear yellow, green, brown, blue or red depending on the main pigments present in their cells. സെല്ലിൽ ഏത് പിഗ്മെന്റ് ആണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് യെല്ലോ ആവാ, അതല്ലെങ്കിൽ ഗ്രീൻ ആവാ, ബ്രൗൺ ആവാ, ബ്ലൂ ആവാ, റെഡ് ആവാ, ഇതിൽ ഏതെങ്കിലും ഒരു കളറിലാണ് ഇവർ കാണപ്പെടുന്നത്. ദ സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദി ഔട്ടർ സർഫസ്. ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് സ്റ്റിഫ് ആയിട്ടുള്ള സെല്ലുലോസ് പ്ലേറ്റ്സ് കാണപ്പെടുന്നുണ്ട് ഡയനോഫ്ലജലേറ്റ്സിന്റെ ബോഡിയിൽ. ഓക്കെ, അടുത്തത് ആരാണ്? യൂഗ്ലിനോയിഡ്സ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സ് നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? ഇവർ രണ്ട്, അതായത് പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലേ? അതായത് ലൈറ്റ് ഇല്ലാതെ ഹോളോസോ അല്ലെങ്കിൽ ഹെറ്ററോട്രോഫിക് ആയിട്ട് ആക്ട് ചെയ്യാനും ലൈറ്റിന്റെ പ്രസൻസിൽ ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവാർക്കുണ്ട്? യൂഗ്ലിനോയിഡ്സിന് ഉണ്ട്. They are freshwater organisms found in stagnant water. Stagnant എന്ന് പറയുമ്പോൾ കെട്ടിക്കിടക്കുന്നതാണെന്നൊക്കെയാണ് അർത്ഥം അല്ലേ? ഒഴുക്കില്ലാത്ത ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നവരാണ് ഇവർ. ഫ്ലജലേറ്റ് ആൻഡ് മോട്ടൈൽ. ഫ്ലജൽ ഉണ്ടാവും, അതുപോലെ തന്നെ ചലിക്കാൻ കഴിവുള്ളവരാണ്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വാൾ they have a protein rich layer called pellicle. അല്ലേ? അതായത് പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ലെയറാണ് സെൽ വാളിന് പകരം ഇവർക്ക് ഉണ്ടാവുക. വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. പെല്ലിക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ബോഡി ഫ്ലെക്സിബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റ് ഉണ്ട് എങ്കിൽ അവരെന്താണ്? ഫോട്ടോസിന്തസിസ് നടത്തും, ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി സൺലൈറ്റ് ഇല്ല എങ്കിലോ? വെൻ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോപ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ ഓർഗാനിസംസ്. അതായത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ അവർ ഫോട്ടോസിന്തസിസ് നടത്തും, സൺലൈറ്റ് ഇല്ല എങ്കിൽ മറ്റു ചെറിയ ഓർഗാനിസംസിനെ പ്രിഡേറ്റ് ചെയ്തിട്ട് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസിനെ പോലെ ഇവർ ഫീഡ് ചെയ്യുക. Therefore they are known as connecting link between plant and animal. പ്ലാന്റിന്റെയും അനിമലിന്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. അതായത് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ് അല്ലേ? ഫോട്ടോസിന്തറ്റിക് ആണ്. അനിമൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ് അല്ലേ? ഹെറ്ററോട്രോഫിക് ആണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് ആരാണ്? ഇതാണ് നമ്മുടെ യൂഗ്ലിന അല്ലേ? യൂഗ്ലിന എന്ത് ചെയ്യുന്നുണ്ട്? യൂഗ്ലിന ഫോട്ടോസിന്തറ്റിക്കും ആണ്, അതുപോലെ തന്നെ ഫോട്ടോട്രോഫിക്കുമാണ്, അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക്കുമാണ്. അപ്പൊ പ്ലാന്റിന്റെയും അനിമലിന്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് യൂഗ്ലിന ആക്ട് ചെയ്യുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. യൂഗ്ലിനയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ ഉണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഫിഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ ഫിഷന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഒരു എൻസിസ്റ്റഡ് കണ്ടീഷനിൽ കാണപ്പെടും, ഒരു കവറിങ് ഉണ്ടാവും, ഉള്ളിൽ ഒരുപാട് സെൽസ് ഉള്ളിലുണ്ടാവും അല്ലേ? പുറത്ത് കവറിങ് ഉണ്ടാവും, ഉള്ളിൽ ഒരുപാട് സെൽസ് ഉണ്ടാവും അല്ലേ? എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഈ സ്പോർ അല്ലെങ്കിൽ ഈ ഒരു കവറിങ് പൊട്ടിയിട്ട് പുറത്തേക്ക് വരും. എന്നിട്ട് ഇവരൊക്കെ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആയിട്ട് മാറും. അതാണ് മൾട്ടിപ്പിൾ ഫിഷന്റെ കേസിൽ നടക്കുന്നത് അല്ലേ? ബൈനറി ഫിഷൻ വഴിയും മൾട്ടിപ്പിൾ ഫിഷൻ വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? യൂഗ്ലിനോയിഡ്സ് അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഇനി അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ലൈം മൗഡ്സ് ആണ്. സ്ലൈം മൗഡ്സ് ആണ്. ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. സാപ്രോഫൈറ്റിക് ആണ്, അതായത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്നും ഫീഡ് ചെയ്യുന്ന പ്രോട്ടിസ്റ്റ് ആണ് ആര്? സ്ലൈം മൗഡ്സ്. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കാൾഡ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന, അതായത് ഫേവറബിൾ കണ്ടീഷനിലാണ് ഉള്ളതെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രക്ചർ ഫോം ചെയ്യും. ദേ ഫീഡ് ഓൺ ടിക്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽ. ലീവ്സ്, ചെറിയ ഇലകൾ, ടിക്സ്, ചെറിയ വളർന്നു വരുന്ന സംഭവങ്ങൾ അല്ലേ, അതിലൊക്കെയാണ് ഇവർ ഫീഡ് ചെയ്യുക. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കാൾഡ് പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലേ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന
സ്ട്രക്ചറാണ് ഫോം ചെയ്യുക. പ്ലാസ്മോഡിയം എന്ത് ചെയ്യും, കുറച്ച് വലുതായിട്ട് തന്നെ വളർന്നു വരും അല്ലേ. ഓക്കെ. During unfavorable conditions, the plasmodium differentiate and forms fruiting bodies bearing spores at their tip. അതായത് അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇവർ ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ ടിപ്പിൽ എന്തുണ്ടാവും, സ്പോർസ് ഉണ്ടാവും. സ്പോർസ് ഉള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ദേ ആർ ഓഫ് ടു ടൈപ്സ്, സെല്ലുലാർ സ്ലൈം മോൾഡ് ആൻഡ് എ സെല്ലുലാർ സ്ലൈം മോൾഡ്. സ്ലൈം മോൾഡ്സിനെ രണ്ട് ക്ലാസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, സെല്ലുലാർ സ്ലൈം മോൾഡ് എന്നും അസെല്ലുലാർ സ്ലൈം മോൾഡ് എന്നും. ഇനി അടുത്ത അവസാനത്തെ ഒരു ഗ്രൂപ്പാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. പ്രോട്ടോസോവ എന്താണ്, ദേ ആർ യൂണിസെല്ലുലാർ ആൻഡ് ലാക്ക് സെൽവാൾ. അവർ യൂണിസെല്ലുലാർ ആണ്, സെൽവാൾ ഇല്ല അല്ലേ, ലാക്ക് സെൽവാൾ. ദേ മേ ബി പാരസിറ്റിക് ആവാം, ഫ്രീ ലിവിങ് ആവാം, സിംബയോട്ടിക് ആവാം. സിംബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസംസ് അല്ലേ, ഇൻ അസോസിയേഷൻ വിത്ത് അതർ ഓർഗാനിസംസ്. അതായത് മറ്റു ഓർഗാനിസംസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ജീവിക്കുന്നവരെയാണ് നമ്മൾ സിംബയോട്ടിക് എന്ന് പറയാം. അപ്പം പാരസിറ്റിക് ആവാം, ഫ്രീ ലിവിങ് ആവാം, സിംബയോട്ടിക് ആവാം. ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ലീവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. ഒന്നുകിൽ പ്രിഡേറ്റർ ആയിട്ട് അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ടാണ് എല്ലാ പ്രോട്ടോസോവൻസും ഉള്ളത്. ഓക്കെ, പ്രോട്ടോസോവൻസ് നമ്മൾ എന്താണ് 4 ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് സാർക്കോഡിന, അതേപോലെ ഫ്ലജലേറ്റ, സിലിയേറ്റ, സ്പോറോസോവ. ഇവർ നമ്മൾ അമീബോയിഡ് അല്ലേ, അമീബ ഒക്കെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അമീബോയിഡ്സ് എന്നാണ് പറയാം. അമീബോയിഡ്സ്, അമീബോയിഡ് പ്രോട്ടോസോവ എന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ ഫ്ലജലേറ്റ അല്ലേ, ഫ്ലജലേറ്റ്സ്, സിലിയേറ്റ്സ് ആൻഡ് സ്പോറോസോവൻസ്. ഇവിടെ എന്താണ്, സാർക്കോഡിൻ അല്ലെങ്കിൽ അമീബോയിഡിലാണെങ്കിൽ കണ്ടെയ്ൻ സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ ഉണ്ടാവും. അതായത് സ്യൂഡോപോഡിയ എന്ന് പറയുമ്പം ബോഡിനെ അല്ലെങ്കിൽ സെല്ലിനെ, യൂണിസെല്ലുലാർ ആണ് അല്ലേ. അപ്പോൾ ഏത് ഭാഗത്താണോ ഇര ഉള്ളത് ആ ഭാഗത്തേക്ക് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് അതിനെ എൻഗൾഫ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെ പെട്ടെന്ന് മാറ്റിയിട്ട് ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാനുള്ള കഴിവുണ്ട്. ആ ഒരു മാറ്റാനുള്ള കഴിവിനെ അല്ലെങ്കിൽ അങ്ങനെ മാറ്റുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു അമീബയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, അമീബ ഇങ്ങനെ ഉണ്ടായിരുന്ന അമീബ ഇതിൻ്റെ പ്രോട്ടോപ്ലാസം ഇങ്ങോട്ടാക്കിയിട്ട് 2 സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും അല്ലേ, എന്നിട്ട് ഫുഡിനെ ഉള്ളിലാക്കും. ഇതിനാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്, സ്യൂഡോപോഡിയ. ഓക്കെ, അപ്പോൾ അമീബോയിഡ്സിലാണെങ്കിൽ സ്യൂഡോപോഡിയ ഉണ്ടാവും. ഫ്ലജലേറ്റ്സിലാണെങ്കിലോ അവരെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്ലജെല്ല ഉണ്ടാവും അല്ലേ. എക്സാമ്പിളാണ് ട്രൈപ്പനോസോമ. സിലിയേറ്റ്സിലാണെങ്കിൽ സിലിയ ഉണ്ടാവും. ഇനി സ്പോറോസോവൻസിലാണെങ്കിൽ ലോക്കോമോഷന് വേണ്ടിയിട്ട് പ്രത്യേകം സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ 4 ക്ലാസ് ആയിട്ടാണ് പ്രോട്ടോസോവൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് അമീബോയിഡ് ആണ് അല്ലേ, അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദ പ്രേ ബൈ സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയനെ ഫാൾസ് ഫീറ്റ് എന്നും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തോന്നിയ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് സ്യൂഡോപോഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഏത് ഡയറക്ഷനിലും ഏത് സമയത്തും അല്ലേ. മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദർ സർഫസ്. സിലിക്ക ഷെൽസ് ഉണ്ടാവും മറൈൻ ഫോം ആണെങ്കിൽ, കടലിൽ കാണപ്പെടുന്നവരാണെങ്കിൽ അവരുടെ സർഫസിൽ സിലിക്ക ഷെൽ ഉണ്ടാവും. എക്സാമ്പിൾ അമീബ, ഏറ്റവും നല്ല എക്സാമ്പിൾ അമീബ തന്നെയാണ് അല്ലേ. ഇവരെന്താണ്, അമീബ എന്ന് പറയുന്നത് പാരസൈറ്റ് ആണ് അല്ലേ, എൻഡമീബ പാരസൈറ്റ് ആണ്. ഓക്കെ, അടുത്തത് ഫ്ലജലേറ്റഡ് എന്ന് പറയുമ്പോൾ എയ്തർ ഫ്രീ ലിവിങ് ആയിരിക്കും അല്ലെങ്കിൽ പാരസിറ്റിക് ആയിരിക്കും. പാരസൈറ്റ് ആയിട്ടാണ് കാണപ്പെടുക അല്ലെങ്കിൽ ഫ്രീ ലിവിങ് ആണ്. ദേ ഹാവ് ഫ്ലജെല്ല, അതുകൊണ്ടാണ് നമ്മൾ ഫ്ലജലേറ്റഡ് എന്ന് പറയുന്നത്. പാരസിറ്റിക് ഫോംസ് കോസ് ഡിസീസസ് സച്ച് ആസ് സ്ലീപ്പിംഗ് സിക്നെസ്. ട്രൈപ്പനോസോമ കോസ് ചെയ്യുന്ന അസുഖമാണെന്ത്, സ്ലീപ്പിംഗ് സിക്നെസ് എന്ന് പറയുന്നത്. പാരസൈറ്റ് ആണെങ്കിൽ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവയിൽ പാരസൈറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവർ ഡിസീസ് കോസ് ചെയ്യാം അല്ലേ. എക്സാമ്പിളാണ് ട്രൈപ്പനോസോമ. ഓക്കെ, ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിലിയേറ്റഡ് ആണ്. സിലിയ ഉണ്ടാവും അല്ലേ. അക്വാട്ടിക് ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ഹാവ് thousands of cilia. They have a cavity that opens to the outside of the cell surface. അപ്പം ബോഡിയിൽ ഒരുപാട് എല്ലാ സൈഡിലും സിലിയ ഉണ്ട് അല്ലേ. കാണാൻ വേണ്ടിയിട്ട് കളറിൽ വരക്കാണ്. ഓക്കെ,
ഇതാരാണ്? ഇത് നമ്മുടെ പാരമീസിയമാണ്. പാരമീസിയം. ഓക്കെ. They have a cavity that opens to the outside of the cell surface. സെൽ സർഫസിന്റെ പുറത്തേക്ക് എന്താണ് തുറക്കുന്ന ഒരു ക്യാവിറ്റി. ഞാനിവിടെ ഒരു ക്യാവിറ്റി വരയ്ക്കാണ്. ക്യാവിറ്റി ഉണ്ടായിരിക്കും. The coordinated movement of rows of cilia causes the water laden with food to be steered into the gullet. അതായത് നമ്മളിപ്പോൾ തോണിയൊക്കെ തുഴയുന്നത് പോലെ അല്ലേ, ഇവരെ സിലിയ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ സിലിയ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഫുഡ് എവിടെ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇവരെ സിലിയ ബീറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സിലിയ ബീറ്റ് ചെയ്യുമ്പം സിലിയ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും വാട്ടർ മൂവ് ചെയ്യുക. ആ വാട്ടറിൻ്റെ കൂടെ എന്ത് വരും? ഫുഡ് ഇവരുടെ ഉള്ളിലേക്ക് വരും. ആ രൂപത്തിലാണ് ഇവർ ഫീഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പാരമീസിയം. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? സ്പോറോസോവൻസ് ആണ് അല്ലേ. ദീസ് ഓർഗാനിസംസ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ പോലത്തെ ഒരു സ്റ്റേജ് ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് സ്പോറോസോവൻസ് എന്ന് നമ്മൾ അവരെ വിളിക്കുന്നത്. ഓക്കെ, പ്ലാസ്മോഡിയം ഒരു എക്സാമ്പിൾ ആണ്. മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം സ്പോറോസോവന് എക്സാമ്പിൾ ആണ് അല്ലേ. അപ്പം നമ്മൾ പ്രോട്ടോസോവൻസിൽ ആരൊക്കെയാണുള്ളത്? അമീബോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ സിലിയേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലജല്ലേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോറോസോവൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമോഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ് ഇത്രയുമാണുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫംഗസിനെ കുറിച്ചും അതുപോലെ വൈറസ്, വൈറോയിഡ്സ്, ലൈക്കൻസ് ഇവരെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.